സാറേ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ എല്ലാവരും? കാണാം. ഓക്കെ സാർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ നമ്മുടെ വെബിനാർ സെഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വെബിനാർ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മുടെ വെബിനാർ സെഷനിൽ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട വിനോദ് സാറാണ്. അദ്ദേഹം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് EKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തൃക്കരിപ്പൂർ ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്സുകളാണ്. അപ്പം നമ്മുടെ ഈ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ടാമത്തെ വെബിനാർ സെഷനിലേക്ക് ശ്രീ വിനോദ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട HODമാർ, നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിനോദ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ മേഖലയിൽ, അതായത് IEDCയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് 2015 മുതൽ തന്നെ അദ്ദേഹം ഈ മേഖലയിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. ഇന്നോവേഷൻ, ഓൺട്രപ്രണർഷിപ്പ്, അതുപോലെ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്സ്, അതുപോലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സാറിന്റെ കുട്ടികൾ സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ ഒരുപാട് മേഖലയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ മേഖലയിലെല്ലാം അദ്ദേഹം 2005 മുതൽ അദ്ദേഹം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചറായിട്ടും അതിനുശേഷം HOD ആയിട്ടും വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം MTech ഇലക്ട്രോണിക്സ് നിറ്റർ ചണ്ഡീഗഡിൽ നിന്നാണ്. അതുപോലെ തന്നെ BTech ഇലക്ട്രോണിക്സ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയ വിനോദ് സാറ് ഒരുപാട് വെബിനാർ സെഷനുകളും അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്കും, അതുപോലെ സ്റ്റുഡന്റുകളുടെ സ്റ്റാർട്ടപ്പുകൾക്കും, അതുപോലെ ഓൺട്രപ്രണർഷിപ്പിലൊക്കെ ഉള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാം സാറ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് മറ്റു കോളേജുകളിലും. അതുപോലെ തന്നെ കാസർഗോഡ് തൃക്കരിപ്പൂർ കോളേജിലും സാറ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷക്കാലമായി ഈ മേഖലയിൽ സജീവമായി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ്. അദ്ദേഹത്തെ വളരെ ആദരവപൂർവം നമ്മുടെ ഈ സെഷൻ, അതായത് അദ്ദേഹം വോളണ്ടിയർലി നമ്മുടെ ഈ സെഷനിലേക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വരാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. താങ്ക് യു ഷൈൻ സാർ. ഷൈൻ സാറ് കുറേ കാലങ്ങളായിട്ട് പലതരത്തിലുള്ള വെബിനാറുകളും ഒക്കെ ആയിട്ട് സംസ്ഥാനത്തുടനീളം ഷൈൻ സാറിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൈൻ സാറിനെ അറിയാത്ത ആരും കേരളത്തിലില്ല, കേരള പോളിടെക്നിക് സിസ്റ്റത്തിലില്ല. ഓക്കെ, താങ്ക് യു സാർ, ഗിവ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Am I audible? അതെ സാർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്സ് ആണ്. സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് അത്ര വളരെ പരിചയമുള്ളൊരു വാക്കായി മാറിയിരിക്കുകയാണ്. ഒരു 10 കൊല്ലം മുന്നേ, 8-9 കൊല്ലം മുന്നേ ഒക്കെ കുട്ടികളോട് സ്റ്റാർട്ടപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കോളേജിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നത്, പ്രധാനമായിട്ടും പോളിടെക്നിക്കിൽ വരുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ യാതൊരു സംശയമില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഡിപ്ലോമ എല്ലാവർക്കും ജോലി വേണം. ഓക്കെ, ആസ് എ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള എയിം അല്ലെങ്കിൽ നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത് ജോലിയാണ്. ജോലിയുടെ കൂടെ തന്നെ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ള കുട്ടികളുമുണ്ട്.
ഇത് രണ്ടും അല്ലാതെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൂന്നാമത്തെ ഒരു സ്ട്രീം എന്ന് പറയാം. അപ്പൊ സ്റ്റാർട്ടപ്പിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ജോലി ഇല്ലാതായി തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ പലർക്കും പേടിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി സാധ്യത വാങ്ങിപ്പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. ഈ പിക്ചർ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓഡിബിൾ ആയാലും കേൾക്കുന്നുണ്ടോ? ബ്ലാക്ക് ഐവറി ഓഡിബിൾ ആണ് സാർ. ഓക്കെ. ബ്ലാക്ക് ഐവറി എന്നുള്ള ലോകത്തില് വേൾഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫിയാണ്. ഓക്കെ. ബ്ലേക്ക് ഡിങ്കിൻ അദ്ദേഹമാണ് ഈ കോഫി ഇൻവെന്റ് ചെയ്തത്. അത് ഇൻവെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കഥയുണ്ട് അതിൽ. സംഭവ കഥയാണ്, പലർക്കും അറിയായിരിക്കാം. വാട്സപ്പിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ കണ്ടു പഠിക്കുന്ന കഥയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബ്ലേക്ക് ഡിങ്കിൻ ഒരു യാത്രാ തൽപരനായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് ആഫ്രിക്കൻ കാടുകളിലൂടെ യാത്ര ചെയ്ത് ആഫ്രിക്കൻ വില്ലേജുകളിലൂടെ യാത്ര ചെയ്ത്, ആഫ്രിക്കൻ വില്ലേജ് നമുക്കറിയാം, കാടിനകത്ത് പല പല ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ആഫ്രിക്കൻ ഗ്രാമങ്ങൾ എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു നാള് അദ്ദേഹം ഒരു ആഫ്രിക്കൻ ഉൾഗ്രാമത്തിൽ പെടുകയും അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനീയം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു പാനീയത്തിന് വളരെയധികം ടേസ്റ്റ് തോന്നുകയും അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതെന്താ സാധനം ചോദിച്ചപ്പോൾ അവർ അതൊരു കോഫിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പലതരത്തിലുള്ള കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ടേസ്റ്റുള്ള ഇത്ര ടേസ്റ്റുള്ള ഒരു കോഫി അതിൽ കുടിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഇവിടെ കാട്ടിൽ നിന്ന് കാട്ടിൽ ഒരുപാട് ആനകളുണ്ട്. ഈ ആനകൾ കാപ്പിക്കുരു ഭക്ഷിക്കുകയും ആന അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആനപ്പിണ്ടായിട്ട് മാറുകയും ആനപ്പിണ്ടത്തിൽ നിന്ന് ഈ കാപ്പിക്കുരു വേർതിരിച്ചെടുക്കുകയും ചെയ്യും അവർ എന്ന് പറയുന്നത്. അപ്പൊ കാപ്പിക്കുരു മുഴുവനായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആനയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ കാപ്പിക്കുരുവിനെ അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചറിൽ വെക്കുകയും നമുക്കറിയാലോ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആണ് ആനയുടെ ഡൈജസ്റ്റ് നടക്കുന്നത്. അപ്പൊ ആ കാപ്പിക്കുരു കൊണ്ടാണ് ഈ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്ലേക്ക് ഡിങ്കിന് ഒരു കൗതുകം തോന്നി, ഇത് രസകരമായിരിക്കുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് ആനപ്പിണ്ടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത കാപ്പിക്കുരു. അപ്പൊ ഡിങ്കൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അദ്ദേഹം നേരെ ഒരു കൊമേഴ്ഷ്യലായിട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. അദ്ദേഹം പാരീസിലേക്ക് പോവുകയും ഈ കാപ്പിക്കുരുകൾ, ഈ ആഫ്രിക്കൻ കാടുകളിൽ നിന്നെടുത്ത കാപ്പിക്കുരുകൾ എല്ലാം കളക്ട് ചെയ്ത് പാരീസിൽ പോയിട്ട് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള ഈ ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് പല നാടുകളിലായിട്ട് ശേഖരിച്ച് ഈ കാപ്പി കുരു ഉപയോഗിച്ച് കാപ്പി ഉണ്ടാക്കുകയും പിന്നീട് അദ്ദേഹം ഈ ആനയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫാക്ടറി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു കോഫിയാണ് ബ്ലാക്ക് ഐവറി കോഫി എന്ന് പറയുന്നത്. ലോകത്താകമാനം പ്രചരിക്കുന്ന ഒരു കോഫിയാണ് ബ്ലാക്ക് ഐവറി. അടുത്ത കാലത്ത് തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധമുള്ള സമയത്ത് ഈ ബ്ലാക്ക് ഐവറി കോഫി റഷ്യയിൽ നിന്നും ബ്ലാക്ക് ഐവറി കോഫി പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ലോകത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കോഫി, അല്ലെങ്കിൽ ഈ കോഫിയുടെ വില എന്ന് പറയുന്നത് ഇവിടെ കാണാൻ കഴിയും. 8,906 റുപ്പീസാണ് പറയുന്നത്. ആക്ച്വലി അത് 35 ഗ്രാമിനാണ്, താഴെ 35 ഗ്രാമിനാണ് ഈ 9,000 രൂപ വില. നമുക്ക് ചിന്തിക്കാം 1 കിലോഗ്രാം ഈ കാപ്പിക്ക് എത്രയാണ് വില എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ആഫ്രിക്കൻ ഉൾഗ്രാമത്ത് ഉണ്ടായിരുന്ന ഒരു കാപ്പി ലോകപ്രസിദ്ധിയായിട്ട് ഒരു മാർക്കറ്റിംഗ് ചെയ്യപ്പെടുമ്പോൾ അതിനുള്ള കൊമേഴ്ഷ്യലൈസേഷൻ അതൊരു പ്രൊഡക്റ്റായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ ബ്ലേക്ക് ഡിങ്കൻ ആ ഗ്രാമത്ത് ഈ ഒരു സംരംഭം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഈ സ്വാദുള്ള കാപ്പി ആരും കണ്ടില്ല, അല്ലെങ്കിൽ ആരും രുചിക്കില്ല, അല്ലെങ്കിൽ ഫേമസ് ആവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കൊമേഴ്സ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. എവിടെയോ കിടക്കുന്ന ഒരു സാധനത്തെ പിടിച്ച് പാരീസിലേക്ക് കൊണ്ടുപോയിട്ട് നടുന്ന സമയത്ത് അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുകയാണ്, അതിന് വലിയ ബിസിനസ് സ്കോപ്പ് ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കൊമേഴ്ഷ്യലൈസേഷൻ.
ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കഥ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നോവേഷൻ എന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ പോളിടെക്നിക്കൽ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോർമലായിട്ട് ചെയ്യുന്നത് അസൈൻമെന്റ് എഴുതുന്നു, അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ അൾട്ടിമേറ്റ് ടൈം ജോലി നേടുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ പാസ്സായതുകൊണ്ട് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്കറിയാം. CGPA കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളിൽ പല വർഷത്തിലെ കുട്ടികൾ ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഉണ്ട് അല്ലേ? അല്ലേ സാർ, അങ്ങനല്ലേ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അതെ സാറേ. ആ, ഞാൻ കേൾക്കാം. അത് ടെസ്റ്റ് ടൈം കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ എക്സാം പാസ്സാകുന്നു, CGPA കിട്ടുന്നു, അതുകൊണ്ട് മാത്രം ജോലി കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ CGPA എന്ന് പറയുന്നത് നമ്മൾ എക്സാം എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഒരു നോളജിന്റെ ഒരു വലിയൊരു അസസ്മെന്റ് ഒന്നല്ല അവിടെ നടക്കുന്നത്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, എനിവേ ഇനി നോളജിന്റെ അസസ്മെന്റ് ആണെങ്കിൽ കൂടി അതുകൊണ്ട് മാത്രം കാര്യമില്ല, നോളജ് മാത്രം കാര്യമല്ല, നോളജിനേക്കാൾ ഇമ്പോർട്ടന്റ് സ്കില്ലാണെന്ന് പറഞ്ഞു അറിയാം നമുക്ക്. കാരണം ഒരു കമ്പനിക്കാരന് വേണ്ടത് CGPA അല്ല. ഒരു കമ്പനി ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ CGPA, ഫോർ എക്സാമ്പിൾ CGPA 7.5 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു നിങ്ങളുടെ CGPA. അതിനപ്പുറം CGPA ആവശ്യം എവിടെയും വരുന്നില്ല, അല്ലേ? അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആവശ്യം വരുന്ന സ്കില്ലാണ്. ഇനി ഇന്നോവേഷൻ എന്നുള്ള ഫാക്ടർ നമ്മൾ പഠനകാലത്ത്, നമ്മൾ ക്യാമ്പസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് നമ്മുടെ പഠന രീതിയിലാവട്ടെ, നമ്മുടെ അസൈൻമെന്റിലാവട്ടെ, നമ്മുടെ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴാവട്ടെ, പ്രത്യേകിച്ച് പ്രൊജക്റ്റുകൾ ചെയ്യും ഇന്നോവേഷൻ പുസ്തക പുഴുക്കളെ പോലെ ക്യാമ്പസിൽ 3 വർഷം കഴിക്കേണ്ടി വരും. അല്ലെ, കുട്ടികൾക്കും കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ് ക്യാമ്പസ് എൻജോയ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യുന്നത്? നമ്മൾ കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യം ക്യാമ്പസിൽ വൈബില്ല, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഈ വൈബ് ഒക്കെ പറയുന്നത് അതിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. നമ്മളെ പഠന രീതിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക, ലാബിൽ ചെയ്യുന്ന സമയത്ത് ഇന്നോവേഷൻ കൊണ്ടുവരിക. എന്താണ് ഇന്നോവേഷൻ? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നോവൽ ഐഡിയാസ്, അല്ലേ? നമ്മൾ എല്ലാ കാലത്തും ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് പുതിയ ഐഡിയാസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്നോവേഷൻ. എക്സ്ക്യൂസ് മീ, ഞാൻ ഓക്കെ. അപ്പൊ ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ? വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടോ? ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടോ? ഓഡിയോ കിട്ടുന്നുണ്ട്. ഓക്കെ. Maybe they're entering into the manhole. They don't know how much toxic gas is in the manholes. They are getting in direct contact with that wastewater and that toxic gases, cancer, genetic disorder, genetic mutation, everything may occur. Even though manual scavenging is banned in India, thousands of people are engaged in this profession. Valuable lives have been lost in Kerala alone while cleaning sewer and septic tanks. Bandicoot, a robot developed by Gen Robotics, a startup under Kerala Startup Mission, will replace humans for cleaning sewer in Kerala in the coming years. So this is what we so-called the Bandicoot robotic system, and the main part of the Bandicoot is actually the spider unit, which is situated here. Initially, its diameter is around 45 centimeters. So once it reaches into the manhole, it can expand. So that is the advantage of this spider unit. Even today,
Laborers plunge into the sewers to remove the clogged waste with their bare hands. As a consequence, many die inhaling toxic gases. When we came to study about the news and the reports that's available, it's very huge. I mean, the death occurring is very, very large that we can't expect actually. Bandicoot offers a solution to an issue that has much sociological and economical impact. ഓക്കെ, അപ്പോ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി, ബാൻഡിക്കോട്ട് എന്ന പ്രൊഡക്റ്റ് ആണ്. അത് ജെൻഡർ റോബോട്ടിക്സിന്റെ കമ്പനി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസിന് പിറകിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളൊരു എന്താ പറയാ, എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ട്, അത് സ്റ്റാർട്ടപ്പ് ആക്കാം എന്നതിനപ്പുറത്ത് ഈ ഐഡിയ ഒരു പ്രോബ്ലം സോൾവിങ് ഐഡിയ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. അല്ല എങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ജെൻഡർ റോബോട്ടിക്സ് കമ്പനി തുടങ്ങുകയും കേരളത്തിലാകെ ഫേമസ് ആയിട്ടൊരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ തിരുവനന്തപുരത്ത് ജോയ് എന്ന ആള് അവിടെ എടുക്കിയാലും മരിച്ചപ്പോൾ ഈ ജെൻഡർ റോബോട്ടിക്സ് റോബോട്ടൊക്കെ വന്നിട്ട് മാധ്യമങ്ങൾക്ക് നടന്നതാണ്. അപ്പോ നമുക്കറിയാം പലതരത്തിലുള്ള ഈ ആൾക്കാർ ഈ ഡ്രെയിനേജ് സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ് ഡ്രെയിനേജ് സിസ്റ്റം. പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്യാൻ പോകാറില്ല. അത് ക്ലീൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കഷ്ടതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എന്തെങ്കിലും നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്ന അഡ്രസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ അതിന് സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിന് ഒരുപാട് കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവും. ജെൻഡർ റോബോട്ടിക്സ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം പലതരത്തിലുള്ള രീതിയിലുള്ള ആൾക്കാർ ഇവരെ സഹായിക്കാൻ എത്തി. ഗവൺമെന്റ് ഓഫ് കേരള, അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അവർ 5 കോടി രൂപ അവർ കൊടുത്തു. അങ്ങനെ പല രീതിയിലുള്ള ഗ്രാന്റുകളും അത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും അവർക്ക് കോളുകൾ വന്നു, അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അവസരം എടുത്തിട്ടുണ്ടായി. ഈ റോബോട്ട് എന്നുള്ളത് ആക്ച്വലി ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും പറ്റും. പക്ഷെ ഏത് പ്രോബ്ലത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നത്, അവർ ഐഡിയ എങ്ങനെയാണ് പിച്ച് ചെയ്യുന്നത്, അതിനൊക്കെ പിറകിൽ നിൽക്കുന്നത് ഈ പ്രോബ്ലമാണ്. അപ്പോൾ ഒരു സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അത്തരം ഐഡിയകൾക്ക് ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഉണ്ടാവുകയും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് അത്തരം പ്രൊഡക്റ്റുകൾ മാറുകയും ചെയ്യും. ഓക്കെ, ഞാനൊരു ചെറിയൊരു വേറൊരു നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മളെ വാട്ടർ മെലൺ, വത്തക്ക, തണ്ണിമത്തം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇത് ചീഞ്ഞു നാറുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതിങ്ങനെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടൊരു ചെറിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ രസകരമായിട്ടുള്ള സാധനത്തേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് ചൈനയിലും മറ്റും കൊണ്ടുവന്ന ഒരു സാധനമാണ് ഒരു ക്യൂബിക് ഷേപ്പിൽ വാട്ടർ മെലൺ കൾച്ചർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഡാമേജ് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ പ്രോബ്ലത്തിൽ നിന്നാണ് ഐഡിയ വരേണ്ടത്. ഐഡിയ ആദ്യം വരുന്നതിൽ അർത്ഥമില്ല. ഒരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആകാത്ത ഒരു ഐഡിയക്ക് യാതൊരു പ്രാധാന്യമില്ല. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിൽ റോബോട്ട് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നതിന് വലിയ പ്രാധാന്യമില്ല. നമ്മൾ എന്താണ് പ്രോബ്ലം എന്നറിയണം. ഈ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. യഥാർത്ഥ പ്രോബ്ലം ആയിരിക്കില്ല നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അതിന്റെ റൂട്ട് കോസ് വേറെ ആയിരിക്കും. ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ സൊല്യൂഷൻ എളുപ്പമാവും. ഇപ്പൊ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് വാട്ട് ഈസ് ഇന്നോവേഷൻ? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ആൻ ഐഡിയ ഇൻടു സൊല്യൂഷൻ ദാറ്റ് ആഡ്സ് വാല്യൂ ഫ്രം കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവ്. അതായത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം കാര്യമില്ല, ഈ ഐഡിയ കസ്റ്റമറിന്റെ കാഴ്ചപ്പാടിന് ഒരു സൊല്യൂഷനായിട്ട് മാറണം. അവൻ നേരിടുന്ന ഏതോ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഈ ഐഡിയ. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക്
എപ്പോഴും വിജയം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഹോർലിക്സ്. നമ്മൾ ഹോർലിക്സ് കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ഹോർലിക്സ് ഉണ്ട്. കുറച്ച് പേര് പറയാൻ പറ്റും ഹോർലിക്സിന്റെ? ഹോർലിക്സ് ഒറിജിനൽ, പിന്നെ വിമൻസ് ഹോർലിക്സ് ഉണ്ട്, മദേഴ്സ് ഹോർലിക്സ് ഉണ്ട്. ഡയബറ്റിക്, വെരി ഗുഡ്. ഡയബറ്റിക്സ്, ജൂനിയർ പ്ലസ് എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ഹോർലിക്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഫോർ എക്സാമ്പിൾ ഹോർലിക്സ് ജൂനിയർ. അപ്പോൾ ഹോർലിക്സ് ജൂനിയർ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നെ കസ്റ്റമർ ആരാണ്? സ്റ്റുഡൻസ് ആർക്കും പറയോ ആരാ കസ്റ്റമർ? യഥാർത്ഥത്തിൽ ഹോർലിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാര് ചെറിയ കുട്ടികളാണ്. അതിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. ഹോർലിക്സ് ജൂനിയറിന്റെ കാരണം പാരന്റ്സ് ആണ് ഇത് വാങ്ങുന്ന ആൾക്കാര്. അവരാണ് തീരുമാനിക്കുന്നത് ഇത് വാങ്ങണോ വേണ്ടയോ. ഓക്കെ, അപ്പൊ പേരൻസ് കാണുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജൂനിയർ ഹോർലിക്സ് ഒരു സ്ട്രോബെറിയുടെ ചിത്രമൊക്കെ ആയിട്ട്, നല്ല കുറച്ച് മധുരമുള്ള ഹോർലിക്സ് ഒക്കെ ചിത്രമൊക്കെ ആയിട്ട് കുട്ടികൾ ചെറിയൊരു കുട്ടി ചിരിക്കുന്ന മുഖമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും തോന്നുകയാണ് എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണെന്നൊക്കെ അവർക്ക്. സത്യത്തിൽ എല്ലാ ഹോർലിക്സും ചെറിയ ടേസ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഈ ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട കഴിവില്ല എന്നാണ് പറയപ്പെടുന്നത്. ടേസ്റ്റ് ബഡ്സ് വളർന്നിട്ടില്ല, മധുരമൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടേസ്റ്റ് ബഡ്സ് ഒന്നും ചെറിയ കുട്ടികൾക്ക് വളർന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി പാരന്റ്സ് ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് ഇത് ഓക്കെയാണ്. ഒരേ സാധനം തന്നെയാണ്, പക്ഷെ പല പല ചെറിയ ടേസ്റ്റിൽ ചേഞ്ച് വരുത്തുകയും അതിന്റെ പാക്കിംഗ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമറിന് തോന്നുകയാണ് ഇതാണ് എനിക്ക് അത്യാവശ്യമുള്ള സാധനം. അല്ലെങ്കിൽ ഹോർലിക്സ് വിമൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് തോന്നുകയാണ് ഇത് എനിക്ക് നല്ലതാണ്, ഇതാണ് എനിക്ക് വേണ്ടത്. അതാണ് ഈ കസ്റ്റമർ പെർസ്പെക്റ്റീവ്. കസ്റ്റമറിന് ഫീലിംഗ് ആണ് ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ എല്ലാ പ്രൊഡക്റ്റുകളും എങ്ങനെയാണ് കസ്റ്റമറിന് ഒരു അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനോട് സൊല്യൂഷൻ ആയിട്ട് ഉള്ള ഫീലിംഗ് വരണം. ഓക്കെ, ഇന്നോവേഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എവല്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ എവല്യൂഷൻ ആണെങ്കിൽ ഈ പിക്ചർ അല്ലേ മീനിങ് ആണ്. ഹെൻറി ഫോർഡാണ്. അപ്പൊ നമ്മൾ എവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നോവേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നാളത്തെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് വേവലാതിപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഡയറക്റ്റ് പ്രോബ്ലം സോൾവിങ് ആവുന്നത് ഇൻഡയറക്റ്റ് പ്രോബ്ലം സോൾവിങ്, അതായത് ഫ്യൂച്ചർ പ്രോബ്ലം സോൾവിങ്. ആ രീതിയിൽ വേണം പറയാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മോട്ടോർ വെഹിക്കിൾ, കാർ. ഹെൻറി ഫോർഡ് ആദ്യമായിട്ട് കാർ നിർമ്മിച്ചപ്പോൾ ഐ ഹാഡ് ആസ്ക്ഡ് പീപ്പിൾ വാട്ട് ദേ വാണ്ടഡ്, ദേ വുഡ് ഹാവ് സെഡ് ഫാസ്റ്റർ ഹോഴ്സസ്. അതായത് കാറ് വേണോ എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ പറയും കാറ് വേണ്ട, കുറച്ചും കൂടി വേഗതയുള്ള കുതിരകൾ മതി എന്ന് പറയില്ല. കാരണം അറിയില്ല ഈ കാറുകൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 1975 സമയത്താണ്, 1970s IBM കമ്പനി മൈക്രോ പ്രോസസർ ഉണ്ടാക്കി, മൈക്രോ കമ്പ്യൂട്ടർ പ്രൊസസ് ചെയ്യുന്ന സമയത്ത് ഇയർ 2000 ആകുമ്പോഴേക്കും ഇത്തരം 7 കമ്പ്യൂട്ടറുകൾ നമ്മൾ ഉണ്ടാക്കുന്ന 7 കമ്പ്യൂട്ടർ. ഓക്കെ, കാരണം അത് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് 7-8 കൊല്ലത്തെ മെനക്കെടുകൊണ്ടാണ്. പക്ഷെ 20 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ 7 കമ്പ്യൂട്ടർ അല്ല, 7000 അല്ല, 7 ലക്ഷം അല്ല, അതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് തന്നെ പറയാം കമ്പ്യൂട്ടറുകൾ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ നമുക്ക് അന്നത്തെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല നാളെ അല്ലെങ്കിൽ 10 വർഷം ശേഷം ഇത്രയും പ്രൊഡക്റ്റുകൾ അതിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. ടെക്നോളജി യൂട്യൂബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തിങ്കിങ് പ്രോസസ് സമയത്ത് ഇന്റർനെറ്റിൽ കുറവാണ്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആൾക്കാർ പോകുന്നേ ഉള്ളൂ. അപ്പൊ നാളെ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ പ്രചാരത്തിൽ വരുമെന്നും അന്ന് ലോകമെമ്പാടും ബാൻഡ് വിഡ്ത്ത് കൂടുമെന്നും അന്ന് ആൾക്കാർ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നും വീഡിയോ കാണാനും അപ്ലോഡ് ചെയ്യാനും എന്നുള്ള കാര്യമാണ് യൂട്യൂബ്. ഫ്യൂച്ചർ ടെക്നോളജിയാണ് ഇന്നോവേഷൻ. അതായത് പ്രസന്റ് അല്ല, ഫ്യൂച്ചറിൽ പോകുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പിന്നീട് അത്തരം പ്രൊഡക്റ്റുകളുടെ വാല്യൂ മനസ്സിലാക്കാൻ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനികൾ.
അത്തരം സംരംഭങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഏഞ്ചൽ ഇൻവെസ്റ്റ് പോലുള്ള പല സംരംഭം സഹായിക്കാം. ഞാനൊരു ലെമാറ തിരുവനന്തപുരത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? Technologies kicked off from a roadside coffee tree, literally. The idea. ഓഡിയോ കേൾക്കുന്നുണ്ടോ സാർ? അതിന്റെ ഹലോ, കേൾക്കുന്നുണ്ട് സാറേ. ഹലോ, Of Lamara popped into the minds Randro and കേൾക്കുന്നുണ്ട് സാറേ. ഓഡിയോ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. Thomas, they started a coffee tree Kattagada in the local go for food. When Shona offered to drink, they declined it because the water was so impure that it was non-potable. Even the people working in the shop didn't use the water for drinking. This incident led the viewer to think about ways to purify water. When their trip concluded, to a portable filter which can be transported to anywhere and be able to purify water was their idea. Lamara Technologies introduced the alpha version of the product in a bottle that can be folded into a bag or purse. ബാക്ടീരിയ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകില്ല. ഞങ്ങൾ സെയിം ഇത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങളുടെ ഒരു സക്സസ് എന്ന് പറയാം. Currently, Lamara Technologies is working on bringing completely organic. ഓക്കെ, സംഭവം എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അതിനെ കുറിച്ച് പ്രോബ്ലം അല്ലേ? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെൻഷൻ പ്ലസ് കൊമേഴ്ഷ്യലൈസിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇൻവെൻഷൻ കൊമേഴ്ഷ്യലൈസേഷൻ. കാരണം പ്ലസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും പക്ഷേ പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. ഈവൻ കൊമേഴ്ഷ്യലൈസ് ഇല്ലെങ്കിൽ ഒന്ന് സീറോ ആയാൽ ഇന്നോവേഷൻ ഇല്ല. പറയാൻ കാരണം നമ്മൾ ഐഡിയ കൊണ്ടിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല, എങ്കിൽ പ്രൊഡക്റ്റിലേക്ക് പോകുന്നില്ല. പ്രൊഡക്റ്റ് പോലും വിളിക്കും. കൊമേഴ്ഷ്യലൈസേഷന്റെ പ്രാധാന്യം ഉണ്ടാകുകയും അതിനൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഇന്നോവേഷൻ. ബിസിനസ് മോഡൽ ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ഇതൊരു കൊമേഴ്ഷ്യലൈസേഷന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചറാണ്. ഇത് എൻ്റെ ഒരു ഹോസ്റ്റലാണ്, പഴയ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലാണ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലാണ്. ഞാൻ ഈ സ്റ്റോറി പറയാൻ വേണ്ടി ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഇത് എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്, ഞാൻ ആക്ച്വലി ഡേ സ്കോളറാണ്, പക്ഷെ ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ ഇത് 95 കാലഘട്ടത്തിൽ കഥയാട്ടോ. അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കും ഈ കളി കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ജൂനിയർ ഒരു പയ്യനുണ്ട്, അപ്പൊ അവനെ പറ്റി പറയാനാണ്. അപ്പൊ അവൻ ഇതേപോലെ തന്നെ ഡേ സ്കോളറാണ്, കളി കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ താമസിക്കും. കാരണം വീട്ടിൽ TV ഇല്ല അന്ന്. അപ്പൊ അന്ന് വീട്ടിൽ TV ഇല്ലാതെ ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ആൾക്കാരെ തിങ്ങിക്കൂടി ഹോസ്റ്റലിലെ TV സ്ക്രീനിന് മുന്നിലിരുന്ന പയ്യനാണ് ബൈജു.